ഹലോ, ഹീര വിഷ്ണു വ്ളോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം വിറങ്ങുമല്ല ചൂണ്ടിടാൻ തന്നെയാണ് പോണത് നമ്മളിപ്പോൾ. അപ്പോൾ ശനിയാഴ്ച വൈകുന്നേരം നമ്മൾ പോയി. അപ്പോൾ ചെല്ലാനത്തേക്കാണ് പോണത്, വെലിമടത്തേക്കാണ് പോണത്. കണ്ടെയ്നർ റോഡ് വഴിയാണ് കേട്ടോ നമ്മൾ പോയത്. കാരണം ബ്ലോക്കൊക്കെ ഉണ്ടാവുമെന്ന് ഓർത്ത് നമ്മൾ വൈറ്റിലേക്ക് കൂടി പോയി. അപ്പം നമ്മളൊരു 6:30 ആവാറായപ്പോഴത്തേക്കും കണ്ണമാലി റൂട്ടിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഹൈക്കോട്ടിൽ കൂടി തോപ്പുംപടി കൂടിയാണ് കയറിപ്പോയത്. അപ്പോൾ അതേ അവിടെയൊക്കെ നിറച്ച എല്ലാ അവിടെ അടുത്തടുത്ത് കുറേ പള്ളികളുണ്ട്. അപ്പോൾ ആ പള്ളികളിലൊക്കെ എല്ലായിടത്തും പെരുന്നാളായിരുന്നു. അങ്ങനെ പെരുന്നാളിൻ്റെ ഓരോ ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ റോഡ് സൈഡിലൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനതൊക്കെ വീഡിയോ എടുത്തിട്ട് പോയി. അത് കഴിഞ്ഞ് പിന്നെ അടുത്ത് വേറൊരു കണ്ണമാലി പള്ളിയിലേക്കും അങ്ങോട്ടേക്കും പെരുന്നാളായിരുന്നു. അപ്പോൾ അവിടെ എല്ലാം ഡെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവിടെയും ഞാനതൊക്കെ വീഡിയോസ് എടുത്തിട്ട് നിന്നു. അപ്പോൾ നമ്മളിതാ ഈ ഐ ലവ് ചെല്ലാനും കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി ഉണ്ട് കേട്ടോ സതിവല്യമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മളിത് അങ്ങോട്ടേക്ക് പോവുകയാണ്. അപ്പോൾ പിന്നത്തെ വീഡിയോസ് എല്ലാം പിറ്റേ ദിവസത്തെ കേട്ടോ. ഞാൻ അന്നൊന്നും വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ചെന്ന് കഴിഞ്ഞതിന് ശേഷം. അത് കഴിഞ്ഞ് രാവിലെ തന്നെ അവരെല്ലാവരും കൂടി ചൂണ്ടിടാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും സതിവല്യമ്മയും കൂടെ അമ്പലത്തിൽ പോയിട്ട് പോവാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ വീഡിയോസ് എല്ലാം സഞ്ജുവാണ് എടുത്തേക്കണത്. കൊമ്പനെ പിടിച്ചിട്ടേ വരുള്ളൂ എന്നാണ് ആദർശിന്റെ അടുത്ത. അതാ അവിടെ വിഷ്ണു മീൻ പിടിക്കണം എന്ന ആഗ്രഹത്തിൽ ചെല്ലാനത്ത് വന്നിട്ട് ആദർശ് അടുത്ത ക്യാച്ച് ആവുമ്പോൾ വേഗം പറയണം. അതാതു പിടിക്കോ വല്ലതും. അതാതു കാസ്റ്റ് ചെയ്യാൻ പോകുന്നു. കാസ്റ്റ് എരവരെ തെറിച്ചു പോയെന്നാണ് കേൾക്കുന്നത്. നമ്മളിപ്പോൾ ചെല്ലാനം. ഇതാണ് ഞങ്ങൾ പിടിച്ച മീൻ. 3 എണ്ണമുണ്ട്. How's that? That white guy is Adarsh and the middle one is Vishnu and this is Adul. ചേട്ടൻ്റെ പേരെന്തായിരുന്നു? അതും വിഷ്ണു. ഒരേ ദിവസം ഒരേ വർഷം അടുത്തടുത്ത ഹോസ്പിറ്റല് മറ്റേ ഇപ്പൊ ഒരു പെങ്കൊച്ചായിരുന്നെങ്കിൽ ബുഷി സിനിമ ഒക്കെ ആയിരുന്നല്ലേടാ. So and myself Sanjay. കിട്ടിയില്ല, നോക്കട്ടെ എവിടെ കണ്ടില്ല. എടാ ഒന്ന് ക്യാമറയിലേക്ക് കാണിച്ച്. അങ്ങനെ അതുവിനും മീൻ കിട്ടിയിരിക്കുകയാണ്. അത് ആദ്യമായിട്ട് മീനെ പിടിച്ചിരിക്കുകയാണ്. അവൻ വീണ്ടും അടുത്തൊരു വെറൈറ്റി മീനായിട്ട് വരുന്നതാണ്. ഇന്ന് ആദർശിന്റെ ദിവസമാണ്. എടാ അവിടെ കവർ വെച്ചിട്ടുണ്ട്. അളിയന് കടലിൽ നിന്ന് കരിമീൻ കിട്ടിയെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ലൊരു വെറൈറ്റി മീനാണ്. കരിമീനോ? അങ്ങനെ നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആണ്. കൊള്ളാം. ഒരു ക്ലോസ് റേഞ്ച് കിട്ടോ?
വരി വരിയായിട്ട് ആൾക്കാർ പിടിച്ചോണ്ടിരിക്കണേണ്ട. ഇതിന് ഞാൻ രക്ഷപ്പെടും. ക്ലോസ് റേഞ്ച്. ആ കൊള്ളാം, നല്ലൊരു കലക്കൻ സാധനമാണ്. പുള്ളി കയറ്റി വലിച്ച്. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ, അത് പിന്നെ കാണിക്കാലോ. മറ്റേ ആളെ പോലെ പറയട്ടോ ഇനി ലാസ്റ്റ് വീഡിയോയെ കാണിക്കട്ടോ. കൂട്ടാ അളിയെ വീണ്ടും അടിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ ചെല്ലാനത്തുനിന്ന് കടലിലെ എല്ലാ മീനെയും പിടിച്ച് കരക്കയറ്റം എന്നാണ് പറയണത്. പക്ഷെ അതൂര് മാത്രം ഒന്നും കിട്ടിയില്ല. അളിയൻ അടുത്ത മീനെ പിടിച്ച് കരക്കയറ്റാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെ കണ്ടോ കണ്ടോ, മീൻ വെള്ളത്തിൽ കിടന്ന് വെട്ടുന്നുണ്ടോ. ഓ ഇറ്റ്സ് എ ബിഗ് ഫിഷ്. എണ്ണേ അന്ന് അടുത്ത ചൂണ്ടിട്ടാ എണ്ണേനെ കൂടി പിടിച്ച് കരപ്പേ കയറ്റു. എടാ ആശാ എണ്ണേനെ ഒന്ന് പിടിച്ചേട്ടാ. എണ്ണയാണെങ്കി ഇപ്പൊ ആദർശിന്റെ ഇതിലും കൊത്തും. എന്നെയും കൊല്ലട്ടെ എന്ന് പറഞ്ഞു. യാ വേഗം വരൂ വേഗം വരൂ. ആണോ അന്ന് ഞാൻ ഒന്ന് കടലിട്ടിട്ട് തിരിച്ചെടുത്താലേ ഒരു മൂട് സാധനം കിട്ടും നോക്കട്ടെ. അത് വേണ്ട. എല്ലായിടത്ത് ഫിഷിങ്ങിന് വന്നിട്ട് ഇത് കണ്ടോ ഫിഷിന്റെ കേള. പക്ഷെ അതിന് മാത്രം ഒന്നും കിട്ടിയില്ല. പക്ഷെ അത് മീൻ ഊരാൻ വിദഗ്ധനാണ്. മീനിന്റെ വായി പോയ ചൂണ്ട ഊരാൻ ഇത് കണ്ടോ അതിവിദഗ്ധമായിട്ട് അത് ഊരുന്ന കാണിച്ചു തരാം. ഇതിന് മാത്രം കൊള്ളാം. കണ്ടോ കണ്ടോ കണ്ടോ. മീനിന്റെ അണ്ണാക്കി സാധനം ഊരിയെടുക്കുന്ന വീഡിയോ ആണ് നമ്മളിപ്പോൾ കാണുന്നത്. പക്ഷെ അവനെ നാണം കൊണ്ട് ഓടണം. എടാ പിടിക്കട്ടെ പട്ടി വീഡിയോ വയറിലവൻ്റെ പട്ടി അങ്ങനെ അണ്ണാക്കി ഊരിയെടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ കവറിലേക്ക് ഇടുന്ന ഒരു രംഗമാണ് കാണുന്നത്. അതും നീ പിടിച്ച മീനൊക്കെ ഒന്ന് കാണിച്ചു തരുമോ? അളിയൻ പിടിച്ചതിന്റെ ആദർശ് പിടിച്ചിരിക്കുകയാണ് ഗായ്സ്. കമോൺ കമോൺ കേറുക. ആ പിടിക്കണ വീഡിയോ കിട്ടിയില്ല. എല്ലാം സ്ട്രൈക്ക് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. കമോൺ കമോൺ. അത് തന്നെ അത് തന്നെ അത് തന്നെ ആ സൈസും ആ പുറകെ വന്നാണ്. എന്ത് ക്രൂരനാണ് ആദർശനി. അയ്യോ അതാ ഇനി അതുലേക്ക് കൈമാറുന്നു. അതും ഒടിഞ്ഞിരിക്കുകയാണ്. അത് പോയില്ല. അത് ഊരിയെടുക്കൂ. ഇറ്റ്സ് എ വെറൈറ്റി ഷോട്ട്. അതും അങ്ങനെ അതിനെ കിറ്റിലാക്കിയിരിക്കുകയാണ്. വെൽ ഡൺ അതോ വെൽ ഡൺ. പൊളി പൊളി. ഞാൻ കടയിൽ പോയിട്ടൊരു വലിയ ചക്കെടുത്തിട്ടോട്ടെ. എല്ലാരും റീലൊക്കെ മാറ്റിയിട്ട് പഴയ ചൂണ്ടയിലേക്ക് പോയിരിക്കുകയാണ്. ആർക്കും അണ്ണാക്കിൽ കുടുങ്ങിയ കുളത്ത് വളരെ സൂക്ഷ്മമായി ഊരിയെടുക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. കണ്ടോ മീൻ്റെ അണ്ണാക്കിലാണ് കുളത്ത് പോയിരിക്കുന്നത്. ഓഫ് അതിൻ്റെ വായി കൂടി എന്തൊക്കെയോ വന്നു. മീനടിച്ച് 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 പൊങ്ങി പൊങ്ങി വന്നി. വീണ്ടും വീണ്ടും ആദർശിന്റെ ബാറ്റിംഗ് വളരെ കുറവാണ് ഇപ്പോൾ. ഇപ്പോൾ അത് അളിയന് കൊടുത്തിരിക്കുകയാണ്.
ഇവർ രണ്ടുപേരും ഫീൽഡ് ഔട്ടാണ്. ഇവന്മാർ രണ്ടും ഫീൽഡ് ഔട്ടാണ്. എടാ ഇതിൽ നിൽക്കുന്നല്ല ഭാവി ഉണ്ടത്. അപ്പം ഞാൻ അമ്പലത്തിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിച്ചിട്ട് ഇവരുടെ അടുത്തേക്ക് ചെന്നു, ബാക്കി വീഡിയോസ് എടുക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പം അങ്ങനെ ഞാനും സഞ്ജൂട്ടനും പിന്നെ നന്ദുക്കൂട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. നന്ദുവും കൂടി കടപ്പുറത്തേക്ക് പോയി. പിന്നെ വീഡിയോസൊക്കെ എടുത്തത് ഞാനാണ് കേട്ടോ. അപ്പം ഞാൻ എടുക്കാൻ നിന്നപ്പോൾ തന്നെ സഞ്ജുവിനൊരു മീനെ കിട്ടിയത്. ഇങ്ങോട്ടോക്ക് 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 ഇങ്ങോട്ടോക്ക്. എടാ അതും ഒന്ന് അഴിച്ചതാടാന്ന്. അതെ ഒന്ന് അഴിച്ചാടാ. എല്ലാരും മീൻ കൊണ്ടേ ദൂരം കൊടുക്കുന്നു. അപ്പൊ നമ്മള് ഇവിടുന്ന് തിരിക്കണേണ്. അപ്പൊ നമ്മള് പിടിച്ച മീനൊക്കെ ചാക്കിലുണ്ട്. നമുക്കിത് താഴ്ത്തിടാം. ആയിട്ടോ അതിന് വിട്ട് കുഴപ്പമില്ല. ഇതിനെ പിടിക്കാൻ ചട്ടിയണ്ട. പെട്ട ഇതത് കൂട്ടറില്ലേ? അല്ല അളിയനെ കിട്ടിയല്ലേ? വലുതായതാണോ? ആണോ വലിയ ആന നച്ചറ? ഉണക്കെടുക്കാല്ലേ? അതെ നമുക്കത് ഇത്രയും മീനുകൾ കിട്ടി. 4 സൈസ് ഉണ്ടല്ലേ? അത്യാവശ്യം സൈസുള്ള നെച്ചറ കേട്ടോ. കണ്ടോ പിന്നെ അത്. അപ്പം നമുക്ക് പലതരത്തിലുള്ള മീനുകളാണ് കേട്ടോ കിട്ടിയത്. നെച്ചറ പിന്നെ എപ്പോഴും കിട്ടണമായതുകൊണ്ട് പിന്നെ നല്ല സൈസുള്ള നെച്ചറകളായിരുന്നു. പിന്നെ ഞങ്ങൾ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഞാൻ വീഡിയോ എടുത്തില്ല. പിന്നെ ചോറ് തിന്നാനായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ചോറും ചെമ്മീനും ചാളക്കറിയും ബീഫും പിന്നെ മോരും പിന്നെ അവിയലും അങ്ങനെ പപ്പടം ഒക്കെ ആയിട്ടായിട്ട് സദ്യമ്മ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. സദ്യമ്മക്ക് അത്രയും കറികൾ ഉണ്ടാക്കിയിട്ട് പോലും സദ്യമ്മക്ക് മതിയായില്ല. പിന്നെയും കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞ അത്രയൊക്കെ മതി എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതേ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇതേ പതുക്കെ ഇറങ്ങി. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മുടെ വീഡിയോസ് പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്നൊന്നും ഉണ്ടാവില്ല. ഇനി അടുത്ത വീഡിയോ എപ്പോഴാണെന്ന് വെച്ചാൽ അപ്പോൾ വരാം. ഓക്കെ, ടാറ്റാ ബൈ ബൈ, സീ യു.